സാർ, ഈ ചൈന പാകിസ്ഥാൻ ആയുധങ്ങളൊക്കെ ഇപ്പോൾ നൽകുന്നുണ്ടെന്നൊരു സംശയമുണ്ട്. ബാലിസ്റ്റിക് മിസൈൽ ഉൾപ്പെടെ ചൈന പാകിസ്ഥാനിലേക്ക് കൈമാറി എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ടോ? അതായത് ചൈനീസ് പട്ടാളത്തിന്റെ കയ്യിലുള്ളത്, അല്ലാതെ കയറ്റുമതിക്ക് വേണ്ടിയിട്ടുള്ളതല്ല. അല്ലാതെ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ തന്നെ കയ്യിലുള്ള ദീർഘദൂര എയർ ടു എയർ PL-15 എന്ന് പറഞ്ഞ അത്യാധുനിക മിസൈൽ പാകിസ്ഥാന് അടിയന്തരമായിട്ട് കൊടുത്തതായിട്ടൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പാകിസ്ഥാൻ വ്യോമസേനയുടെ JF-17 എന്ന് പറഞ്ഞ ആധുനിക വിമാനം, അതായത് JF-17 Block 3 പോർ വിമാനം, അത് ഏറ്റവും പുതിയതാണ്. ഈ പാകിസ്ഥാൻ വ്യോമസേനയുടെ കയ്യിലുള്ള ഏറ്റവും പുതിയ വിമാനമാണ്. ആ വിമാനം ഈ PL-15 മിസൈലുമായിട്ട് ഉള്ള ഒരു ചിത്രം പുറത്തുവിട്ടിട്ടുണ്ട് വ്യോമസേന. അതുകൊണ്ടാണ് ഈ ചൈനയുടെ പട്ടാളത്തിൻ്റെ കയ്യിൽ ഉള്ള, അതായത് കയറ്റുമതിക്ക് വേണ്ടിയിട്ടുള്ള വേറൊരു വേർഷൻ ഉണ്ട് ഈ മിസൈലിൻ്റെ, അതല്ല കൊടുത്തിരിക്കുന്നത്. കയ്യിലുള്ളത് തന്നെ അടിയന്തരമായിട്ട് ഇപ്പോൾ ഒരു യുദ്ധം വരികയാണെങ്കിൽ ഇന്ത്യയെ ചെറുക്കാൻ കഴിയുന്ന വിധത്തിൽ, നമ്മുടെയൊക്കെ മിസൈലുകളെ ചെറുക്കാവുന്ന വിധത്തിൽ, നമ്മുടെ മിസൈലിനേക്കാളൊക്കെ ഒരു പരിധി മുന്നിൽ നിൽക്കുന്ന മിസൈലാണിത്. അത് ഇനി നമ്മൾ പറയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇത് ബിയോണ്ട് വിഷ്വൽ റേഞ്ച് BVR വിഭാഗത്തിൽപ്പെടുന്നതാണത്. നല്ല സ്പീഡിലും ഒക്കെ പോകുന്നതാണ്. ഈ എയർ ടു എയർ മിസൈൽ എന്ന് പറയുമ്പോൾ ഒരു വിമാനത്തിൽ നിന്ന് മുകളിൽ വിമാനങ്ങളെ തന്നെ തകർക്കാവുന്ന, അല്ലെങ്കിൽ വേറൊരു മിസൈലിനെയൊക്കെ തകർക്കാവുന്ന വിധത്തിലുള്ള മിസൈലാണ് ഇത്. വിമാനത്തിൻ്റെ ഇരട്ട ട്രാക്കുകളിൽ ഈ മിസൈൽ കാണുന്ന ദൃശ്യമാണ് വന്നിരിക്കുന്നത്. അതായത് JF-17 മിസൈൽ വെക്കാനായിട്ട് 2 സംവിധാനങ്ങളുണ്ട്, ട്രാക്കുകൾ. അതിൽ കാണുന്ന വിധത്തിൽ അടിയന്തര ഡെലിവറി ആയിരുന്നു ഇത് എന്നാണ് ഈ പ്രതിരോധ കാര്യങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുന്ന ക്ലാഷ് റിപ്പോർട്ട് പറയുന്നത്. പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സിൻ്റെ, അതായത് ചൈനീസ് വ്യോമസേനയുടെ ആഭ്യന്തര സ്റ്റോക്കിൽ നിന്ന് കൊടുത്ത മിസൈൽ ആണിത് എന്നാണ് ഈ ഫ്ലാഷ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇത് ഇറക്കുമതി ചെറുക്കല്ല. ഇറക്കുമതിക്ക് ഇതിൻ്റെ തന്നെ കൊടുക്കുന്ന രാജ്യങ്ങൾക്ക് കൊടുക്കുന്ന വേർഷൻ PL-15E എന്ന് പറയുന്നതാണ്. PL-15 അല്ല, PL-15E. പക്ഷേ ഇത് PL-15 ആണ് എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. അപ്പോൾ ആ സൈറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സമ്പൂർണ്ണ യുദ്ധം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആസന്നമാണ് എന്നാണ്. അധികം താമസിയാതെ ഉണ്ടാവും എന്നാണ് മിനിമം പാകിസ്ഥാനും ചൈനയും എങ്കിലും കരുതുന്നത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇന്ത്യൻ വിമാനത്തെ വളരെ ദൂരത്ത് നിന്ന് തന്നെ ഈ മിസൈലിനെ എൻഗേജ് ചെയ്യാൻ കഴിയും. അതാണ് ഈ PL-15 അതിൻ്റെ ഗുണം. പാകിസ്ഥാന് കിട്ടിയാൽ നമ്മുടെ വിമാനങ്ങളെയൊക്കെ വളരെ വിദൂരത്ത് നിന്ന് തന്നെ കൈകാര്യം ചെയ്യാം. അപ്പോൾ PL-15 2024 കഴിഞ്ഞ കൊല്ലം നവംബറിൽ ആണ് ഈ ഷുഹായ് എയർ ഷോയിലാണ് ആദ്യമായിട്ട് പ്രദർശിപ്പിച്ചത്. വളരെ അത്യാധുനികമാണ്. കഴിഞ്ഞ കൊല്ലം നവംബറിൽ ഷുഹായ് എയർ ഷോയിൽ ഏവിയേഷൻ ഇൻഡസ്ട്രി കോർപ്പറേഷൻ ഓഫ് ചൈന അവരാണ് ഈ മിസൈൽ നിർമ്മിക്കുന്നത്. അപ്പോൾ ഇത് റഡാർ ഗൈഡഡ് എയർ ടു എയർ മിസൈലാണ്, AAM. ഡുവൽ പ്രൊപ്പല്ലൻ്റ് റോക്കറ്റ് ഇതിനുണ്ട് എന്ന് റിപ്പോർട്ടുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഡുവൽ പേഴ്സ്ഡ് പ്രൊപ്പല്ലൻ്റ് റോക്കറ്റ് ഇതിനുണ്ട്. അതായത് ഒരു മിസൈലിനെ മുമ്പോട്ടേക്ക് തള്ളണമല്ലോ, അതിനുള്ള സംവിധാനം ആണത്. AESA, അതായത് ആക്റ്റീവ് ഇലക്ട്രിക്കലി സ്കാൻഡ് സംവിധാനം ഇതിനുണ്ട് എന്ന് പറയുന്നുണ്ട്. ESA,
ആക്റ്റീവ് ഇലക്ട്രിക്കലി സ്കാൻഡ് അരേ റഡാർ നിയന്ത്രിത ഗൈഡഡ് മിസൈലാണത്. 2-way ഡാറ്റ ലിങ്ക് അതിനുണ്ട് എന്ന് പറയുന്നു. അതുകൊണ്ട് കൃത്യത വളരെ കൂടും. ഇതിന് ഈ മിസൈലിന് മിഡ് കോഴ്സ് കറക്ഷൻ പറ്റും. അതായത് മിസൈൽ തൊടുത്തു വിട്ട ശേഷം സഞ്ചരിക്കുമ്പോൾ തന്നെ അതിന് ലക്ഷ്യം എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളത് കണ്ടെത്തി പോകാൻ കഴിയും. ലക്ഷ്യം കറക്റ്റായിട്ട് തീരുമാനിച്ച് ചെല്ലാൻ കഴിയും. അങ്ങനത്തെ മിസൈലാണ്. അപ്പോൾ 200-300 കിലോമീറ്ററാണ് ഇതിൻ്റെ റേഞ്ച്. മാക് 5 പ്ലസ് സ്പീഡ്, വേഗത, വലിയ വേഗതയാണത്. മാക് 5 പ്ലസ് സ്പീഡ് ഉണ്ട് എന്ന് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. J-20, J-10C, J-15, J-16, J-11B, JF-17 ബ്ലോക്ക് L ഇതിലൊക്കെ ഈ വിമാനങ്ങളിലൊക്കെ ഈ മിസൈൽ വഹിക്കാൻ കഴിയും. ചെങ്ഡു J-20 സ്റ്റെൽത്ത് ഫൈറ്റർ വിമാനങ്ങളിൽ അതിൻ്റെ ആ വിമാനത്തിൻ്റെ ഉള്ളിലെ ബേയിൽ ഇത് വഹിക്കാൻ കഴിയും. പുറത്തല്ല, അകത്തും വഹിക്കാം ഈ മിസൈൽ. പിന്നെ ഇതിൻ്റെ ചിറക് മടക്കാൻ കഴിയും. അപ്പോൾ ചിറകുള്ള മിസൈൽ അതാണ് ഈ കറക്ഷനൊക്കെ പറ്റുന്നത്, മിഡ് കോഴ്സ് കറക്ഷൻ. ചിറക് മടക്കി വെക്കാൻ പറ്റുന്നത് കൊണ്ട് വിമാനത്തിൽ 4 പകരം 6 മിസൈൽ വയ്ക്കാൻ കഴിയും. അതാണ് J-20 വിമാനത്തിൽ 6 എണ്ണം വയ്ക്കാൻ കഴിയും, ചിറക് മടക്കാൻ കഴിയുന്നത് 4 പകരം. PL-15E എന്ന് പറഞ്ഞാൽ കയറ്റുമതി ചരക്കുണ്ടല്ലോ, ഈ മിസൈലിൻ്റെ കയറ്റുമതി വെർഷൻ, അതിന് 145 കിലോമീറ്റർ റേഞ്ചാണ് ഉള്ളത്. ഇതിന് 200-300 കിലോമീറ്റർ റേഞ്ച് എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ കയറ്റുമതി കയറ്റുമതി വേർഷൻ അതില്ല. ഇത് പട്ടാളത്തിൻ്റെ കയ്യിലുള്ളതിന് കൊടുത്തത് കൊണ്ട് റേഞ്ച് കൂടുതലുള്ളതാണ് ഇത്. PL-15 ചൈനയുടെ സർവീസിൽ, വ്യോമസേനയുടെ സർവീസിൽ 2018 എത്തിയത്. അമേരിക്കയുടെ AIM-120D എന്ന് പറഞ്ഞ മിസൈലിന് മറുപടിയായിട്ടാണ് ഈ മിസൈൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ മാക് 4 സ്പീഡാണ് ഈ അമേരിക്കയുടെ മിസൈലിനുള്ളത്. ഇത് മാക് 5 പ്ലസ് ആണിത്. അപ്പോൾ അമേരിക്കയുടെ മിസൈലിനേക്കാൾ കൂടുതൽ ശേഷിയുള്ള മിസൈലാണ് ചൈനയുടെ മിസൈൽ. യൂറോപ്പിൻ്റെ മെറ്റിയോർ എന്ന് പറഞ്ഞ മിസൈലിന് ഏതാണ്ട് സമമാണ്. മെറ്റിയോർ നമുക്കുണ്ട്, ഇന്ത്യക്കുണ്ട്. ഇന്ത്യ റഫാലിൽ മെറ്റിയോർ മിസൈൽ ഉപയോഗിക്കുന്നുണ്ട്, MICA മിസൈൽ ഉപയോഗിക്കുന്നുണ്ട്. മെറ്റിയോറിന് 60 മുതൽ 120 മൈൽ വരെയാണ് അതിൻ്റെ റേഞ്ച്. മെറ്റിയോർ PL-15 ഈ PL-15 മിസൈലിൻ്റെ കയറ്റുമതി വെർഷൻ എന്ന് പറഞ്ഞില്ലേ, അതിന് തുല്യമാണ് നമ്മളുടെ കയ്യിലുള്ള മെറ്റിയോർ മിസൈൽ. പക്ഷെ കയറ്റുമതി ചരക്കല്ലാത്തത് കൊണ്ട്, പാകിസ്ഥാൻ നേരിട്ട് കൊടുത്തതായതുകൊണ്ട് അതിൻ്റെ റേഞ്ച് കൂടുതലാണ്, 200-300 കിലോമീറ്റർ. നമ്മുടെ ഇത് മറ്റേ 145-150 കിലോമീറ്റർ റേഞ്ചിലാണ് മെറ്റിയോർ. റഷ്യയുടെ R-37M എന്ന് പറഞ്ഞ മിസൈലിന് തുല്യമായതാണ് ഈ PL-15. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ ഈ പാകിസ്ഥാൻ ഇപ്പോൾ കയ്യിലുള്ള മിസൈലിൻ്റെ തുല്യതയിൽ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ റഷ്യയുടെ R-37M മിസൈൽ വാങ്ങിക്കേണ്ടി വരും. അതാണ് 300-400 കിലോമീറ്റർ ഉണ്ട് റഷ്യയുടെ R-37M എന്ന് പറഞ്ഞ മിസൈൽ. മാക് 6 ഹൈപ്പർസോണിക് സ്പീഡാണ് അതിന്. അപ്പോൾ ഇതിനേക്കാൾ വേഗത പാകിസ്ഥാൻ്റെ PL-15 വേഗത റഷ്യയുടെ R-37M ഉണ്ട്. യുക്രൈൻ യുക്രൈൻ്റെ F-16 വിമാനത്തിന് അമേരിക്ക കൊടുത്തതാണല്ലോ ഈ F-16. അതിന് ഈ മിസൈൽ റഷ്യയുടെ R-37M തകർത്തതായിട്ട് ഈ യുക്രൈൻ യുദ്ധ വിവരങ്ങളിൽ നിന്നും നമുക്ക് കാണാം. അപ്പോൾ നല്ല ശക്തിയുള്ള മിസൈലാണ് റഷ്യയുടേത്. എന്തായാലും ചൈന
ഇത് കൊടുത്തു എന്നുള്ളത് ഉം. ഒരു വലിയ ഇതാണ്. സ്ഥിരീകരണം അതിൻ്റെ അകത്തില്ല. ഉം. ഞാൻ നീ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു ദൃശ്യം വന്നിട്ടുണ്ട്. ഉം. അതുപോലെ തന്നെ ഫ്ലാഷ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ വിവരം. ഉം. എന്തായാലും അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് നമ്മുടെ മെറ്റിയോർ മിസൈലിൻ്റെ മുകളിൽ പാകിസ്ഥാനുണ്ട്. അപ്പോൾ എന്നാലും ചൈനീസ് ആർമി തന്നെ അവർക്ക് അത്തരം സാധനങ്ങൾ കൊടുക്കുന്നത് നമുക്ക് അത്ര ഗുണകരമല്ല, അല്ലെ, ആശങ്കപ്പെടുത്തുന്നതുമാണ്. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.